ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ സ്കൂളിലെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. 7:45 റിപ്പോർട്ട് ചെയ്യണമെന്നും. അങ്ങനെ നമ്മൾ കാറൊക്കെ എടുത്ത് പോകുന്നുണ്ട്. കാരണം 2 വീലറിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാ സാധനം കൂടി അതിൽ ഇരിക്കത്തില്ല. അങ്ങനെ നമ്മൾ നേരെ സ്കൂളിലെത്തിയപ്പോൾ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 7:15 ആയപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന എല്ലാ സാധനവും ആ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റെയറിൻ്റെ അവിടെ വെച്ചിട്ടാട്ടോ ഇവിടെ ഇരിക്കുന്നത്. മിഹക്കുട്ടിയെ പഠിപ്പിക്കുന്ന വേറൊരു മിസ്സ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിൻ്റെ താഴത്ത് ഓഡിറ്റോറിയത്തിലാട്ടോ പ്രോഗ്രാമെന്ന്. അവിടെ തന്നെ ഒരുങ്ങാനും സൗകര്യം അവിടെയാണെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ വന്നപ്പോൾ തന്നെ 1-2 പേര് ഒരുങ്ങുന്നുണ്ടായിരുന്നേ. അപ്പം നമ്മൾ മിഹക്കുട്ടിയെ പെട്ടെന്ന് തന്നെ സെറ്റാക്കി കേട്ടോ. പെട്ടെന്ന് അവിടെ ചെന്നിട്ടാട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരുന്നാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും മിഹക്കുട്ടി നല്ലപോലെ ഒരുക്കാൻ പറ്റി. ഇത് ബോഡി മാർക്കറാണ് കേട്ടോ. സ്കിന്നിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ അതൊക്കെ ഇട്ട് ഹസ്ബൻഡ് മിഹക്കുട്ടി ഒരുക്കുകയാണേ. മിഹക്കുട്ടി എന്തൊക്കെ ചെയ്യുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മുടെ മിഹക്കുട്ടി ഇതാണ് കേട്ടോ അവസാനത്തെ ലുക്ക്. പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാൻ നല്ലൊരു പ്ലേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പേര് ന്യൂസ് പേപ്പറിലൊക്കെ ഓരോന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ക്ലാസ് വൈസ് ആയിട്ടോ ഓരോ പിള്ളേരെ കൊണ്ട് ഇരുത്തുന്നത്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡും ആയിരുന്നു കേട്ടോ ആദ്യത്തെ ഫാൻസി ഡ്രസ്സ്. അപ്പോൾ അവരുടെ തന്നെ ക്ലാസ്സിലെ പിള്ളേരെ കേട്ടോ ആദ്യം കൊണ്ട് ഇരുത്തി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ തേർഡും ഫോർത്തും പിന്നെ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി സമയമൊന്നും എടുത്തില്ല. എല്ലാവരും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പക്ഷേ എങ്കിൽ നമ്മൾ രാവിലെ 7 മണിക്ക് പോയതുകൊണ്ട് 10 മണി വരെ ആയപ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ അത് ഓരോരുത്തരായിട്ട് വന്ന് ഓരോ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ മേഹക്കുട്ടിയുടെ ഊഴം എത്തി കേട്ടോ. അപ്പോൾ മേഹക്കുട്ടി പോയി അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മേഹക്കുട്ടിയും ഫാൻസി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ മേഹക്കുട്ടിയുടെ വീഡിയോ മാത്രം ഇതിൽ ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് മേഹക്കുട്ടിക്കാണ് കേട്ടോ അടിച്ചത്. അങ്ങനെ അവരെല്ലാവരും നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കൊണ്ടുവന്ന് ഇവരെല്ലാവരെയും കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് വർണ്ണോത്സവത്തിന് കിട്ടിയ സമ്മാനമാണ് കേട്ടോ, ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. ഇതിൽ മിഹക്കുട്ടിക്ക് ഒരു പങ്കുണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തുള്ളൊരു തട്ടുകടയിൽ കയറി ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ.